സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം. സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം. സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. സാക്ഷ്യജീവിതം സമാധാന ജീവിതം. സാക്ഷ്യജീവിതം എന്നും ശാന്ത ജീവിതം. സാക്ഷ്യജീവിതം സമാധാന ജീവിതം. സാക്ഷ്യജീവിതം എന്നും ശാന്ത ജീവിതം. സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം. സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം. ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യജീവിതം. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം. ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യജീവിതം. ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം. ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യജീവിതം. ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം. ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യജീവിതം. സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം. സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം. നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം. നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം. നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം. സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം. പാപഭാരമാകെ നീക്കും ധീരജീവിതം. സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം. പാപഭാരമാകെ നീക്കും ധീരജീവിതം. സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം. സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം. ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം. ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം. ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം. ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം. ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം. സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം. സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം. സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. സാക്ഷ്യജീവിതം സമാധാന ജീവിതം. സാക്ഷ്യജീവിതം എന്നും ശാന്ത ജീവിതം. സാക്ഷ്യജീവിതം സമാധാന ജീവിതം. സാക്ഷ്യജീവിതം എന്നും ശാന്ത ജീവിതം. സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം. സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 4ഉം 5ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഹിസ്കിയ രാജാവ് ഏറ്റവും കരഞ്ഞു, പാപത്തെയോർത്ത് അലറിക്കരഞ്ഞു. ഹിസ്കിയാവ് ചുമരിൽ കൈകൾ പിടിച്ചുകൊണ്ട്, വിതുമ്പിക്കൊണ്ട്, ഏങ്ങലടിച്ചുകൊണ്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴുണ്ട് യെശയ്യാ പ്രവാചകൻ വീണ്ടും മുറിയിലേക്ക് കടന്നു വന്നു. രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രവാചകനാണ്. പ്രവാചകനെ ദൈവം തടഞ്ഞു നിർത്തി. നീ വീണ്ടും ചെല്ല്, രാജാവിൻ്റെ അടുക്കലേക്ക് ചെല്ല്, ഇപ്പോൾ നിനക്ക് തരുന്ന അരുളപ്പാട് നീ രാജാവിനോട് പറയുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രവാചകന്മാർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനില്ല. ദൈവം അരുളപ്പാട് തന്നാൽ പ്രസ്താവിക്കാം, ദൈവം പറഞ്ഞാൽ പ്രസ്താവിക്കാം, ദൈവം ഭരമേൽപ്പിച്ചാൽ പറയാം, ഇല്ലെങ്കിൽ എങ്ങനെ പറയും? പ്രവാചകൻ തിരികെ കൊട്ടാരത്തിലേക്ക് നടന്നു. അതുവരെ കിട്ടിയ അരുളപ്പാടിൽ നിന്ന് വ്യത്യസ്തമായൊരു പുതിയ അരുളപ്പാടുമായിട്ടാണ് വരുന്നത്. യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. രാജാവ് കാതോർത്തു. രാജാവ് ആ ചുമരിൽ നിന്ന് പിടിവിടാതെ തന്നെ തല തിരിച്ചു നോക്കി. പ്രവാചകൻ നിൽക്കുന്നു. യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, കണ്ണുനീര് കാണുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണമേ. എവർ ലിവിങ് ആൻഡ് എവർ ലവിങ് ഗോഡ്. എവർ ലിവിങ് ജീസസ് ആൻഡ് എവർ ലവിങ് ജീസസ്. ദൈവത്തിന് സ്തോത്രം. ജീവിക്കുന്ന ക്രിസ്തു, സ്നേഹിക്കുന്ന ക്രിസ്തു, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, കണ്ണുനീർ കാണുന്ന ദൈവം. ദൈവമക്കളെ, നിങ്ങൾക്ക് അനുഭവങ്ങളില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവങ്ങളില്ലേ? അവൻ കണ്ണുനീര് കണ്ട അനുഭവങ്ങളില്ലേ? നിങ്ങൾ നിലവിളിച്ചപ്പോൾ നിലവിളി കേട്ട അനുഭവങ്ങളില്ലേ? എത്രയെത്ര അവസരങ്ങളിൽ, എത്രയെത്ര സമയങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് വിതുമ്പിയിട്ടുണ്ട്, ഒറ്റയ്ക്കിരുന്ന് ഏങ്ങലടിച്ചിട്ടുണ്ട്. കർത്താവ് നിങ്ങളുടെ അരികത്ത് വന്നു എന്നും നിങ്ങളുടെ കണ്ണുനീര് തുടച്ചു തന്നു എന്നും അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചവരല്ലേ നിങ്ങൾ അനേകം പേര്? നിങ്ങൾ ദൈവത്തെ വാഴ്ത്തിയവരല്ലേ? പ്രാർത്ഥന കേട്ടല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിച്ചവരല്ലേ? എൻ്റെ കണ്ണുനീര് നാഥ നീ മാനിച്ചല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയവരല്ലേ? എത്രയെത്ര സന്ദർഭങ്ങൾ, ആയുസ് നീട്ടിക്കെട്ടിയതായ സമയങ്ങൾ, അത്യാഹിതം ഒഴിവാക്കി തന്ന സമയങ്ങൾ, മരണം വന്ന് പടിവാതിൽക്കൽ മുട്ടിയപ്പോൾ മരണത്തെ ദൈവം തട്ടിമാറ്റി നിങ്ങൾക്ക് ആയുസ് വീണ്ടും നീട്ടി തന്നതായ സന്ദർഭങ്ങൾ, രോഗക്കിടക്കയിൽ നിങ്ങൾ എഴുന്നേൽപ്പിച്ച സമയങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ആയുസ്സോടെ പുറത്തു കൊണ്ടുവന്നതായ നിമിഷങ്ങൾ, തീർന്നു എന്ന് വിചാരിച്ചിരുന്ന ആൾ ഇതാ ജീവനോടെ എഴുന്നേറ്റ് നടന്നതായ സന്ദർഭങ്ങൾ, എത്രയെത്ര സമയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിലേക്ക് ഇപ്പോൾ വരും. ശരി, ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അവൻ കണ്ണുനീര് മാനിക്കുന്നവനാണ്, അവൻ ഏങ്ങലടികൾ കാതോർത്ത് ശ്രദ്ധിക്കുന്നവനാണ്. ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു വലിയ ചിന്തകനായിരുന്നു വോൾട്ടയർ. നിങ്ങൾ കേട്ട് കാണും. വലിയ ചിന്തകനായിരുന്നു. ഫ്രഞ്ച് റവല്യൂഷന് ആവേശം പകർന്ന് വലിയ വിപ്ലവകാരിയായിരുന്നു വോൾട്ടയർ. വലിയ താത്വിക ആചാര്യനായിരുന്നു വോൾട്ടയർ. പക്ഷേ ദൈവമില്ലാത്തവനായിരുന്നു, നിരീശ്വരനായിരുന്നു, ദൈവവിചാരമില്ലാത്തവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, വോൾട്ടയർ മരിക്കാറായി കിടക്കുന്ന സമയത്ത് വോൾട്ടയർ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, എനിക്ക് ഒരു 6 മാസം ആയുസ് നീണ്ടു കിട്ടുമോ? 6 മാസം ആയുസ് നീണ്ടു കിട്ടുമോ? എന്തിനാണ് നിങ്ങളങ്ങനെ ചോദിച്ചത് 6 മാസം? ഡോക്ടറെ, എൻ്റെ ആയുസ് പാഴായിപ്പോയി, എൻ്റെ സംവത്സരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു, എൻ്റെ ജീവിതം പാഴായിപ്പോയി. ഞാൻ ദൈവമില്ല എന്ന് പറഞ്ഞും പഠിപ്പിച്ചും എൻ്റെ ജീവിതം കളഞ്ഞു. എനിക്ക് സമാധാനമില്ല, എൻ്റെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ല. ഞാൻ നരകാഗ്നിയിലേക്ക് താണു പോകുന്നു. ഓ, ഐ ആം സിങ്കിങ് ഡീപ്പ് ഇൻ ദ ഫയർ ഓഫ് ഹെൽ.
ഹൂ ക്യാൻ റെസ്ക്യൂ മീ ഫ്രം ദിസ് ഫയർ ഓഫ് ഹെൽ? അയ്യോ, ഞാൻ ഈ നരകത്തിയിലേക്ക് താണു പോകുന്നു. എന്നെ ഈ നരകത്തിയിൽ നിന്ന് ഉയർത്തിയെടുക്കാൻ ആരുണ്ട്? സങ്കടത്തോടെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഒരു 6 മാസമല്ല, 6 ആഴ്ച പോലും നിങ്ങൾക്ക് ആയുസുള്ളതായി മെഡിക്കൽ സയൻസ് പറയുന്നില്ല. അയ്യോ, ഞാൻ ഇനി എന്ത് ചെയ്യും? അദ്ദേഹം ഞങ്ങളെടുത്ത് കരയാൻ തുടങ്ങി. അദ്ദേഹം വിതുമ്പി കരയാൻ തുടങ്ങി. പക്ഷേ ആ കരച്ചിൽ നിരാശയുടെ കരച്ചിൽ മാത്രമായിരുന്നു, പാവം ഏറ്റു പറഞ്ഞുള്ള കരച്ചിലായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ശിഷ്യരുമായ ആളുകൾ ചുറ്റും നിൽക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ദയവായി ഒരു ക്രിസ്തുഭക്തനെ വിളിച്ചു കൊണ്ടുവരാമോ? ദയവായി ഒരു ക്രിസ്തുഭക്തനെ എൻ്റെ അടുക്കലേക്ക് വിളിച്ചു കൊണ്ടുവരൂ. എനിക്ക് സമാധാനമില്ലല്ലോ, എനിക്കൊരു സ്വസ്ഥതയില്ലല്ലോ. ഒരു ക്രിസ്തുഭക്തനെ എൻ്റെ അരികിലേക്ക് വിളിച്ചു കൊണ്ടുവരൂ. അവർ പോയില്ല. അവർ പറഞ്ഞു, ഇത്രയും നാൾ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ മിഥ്യയാണെന്നും അബദ്ധമാണെന്നും പറഞ്ഞിട്ട്, ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ക്രിസ്തുഭക്തനെ വിളിച്ചുകൊണ്ട് വരികയോ? നാം ഇതുവരെയും വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന് ക്ഷയമല്ലേ അത് അധപ്പതനമല്ലേ? പാടില്ല എന്നവർ പറഞ്ഞു. അദ്ദേഹം പല്ലിറുമ്മിക്കൊണ്ട് ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, ഗർജനസ്വരത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ദൈവം എന്നെ ഉപേക്ഷിച്ചു, നിങ്ങളും എന്നെ ഉപേക്ഷിച്ചോ എന്ന്. എന്തൊരു നിരാശയായിരുന്നു, എന്തോ ഒരു കരച്ചിലായിരുന്നു, എന്തോ ഒരു ശാപവാക്കുകളായിരുന്നു. അദ്ദേഹത്തെ മരണക്കിടക്കയിൽ ശുശ്രൂഷിച്ച, വോൾട്ടയറിനെ മരണക്കിടക്കയിൽ ശുശ്രൂഷിച്ച ആ നേഴ്സ് പറഞ്ഞു, ഇനി ഫ്രാൻസിലെ സ്വത്ത് മുഴുവൻ എനിക്ക് തന്നാലും ഞാനൊരു നിരീശ്വരനെ, മരണാസന്ന രോഗിയെ ഞാൻ ശുശ്രൂഷിക്കുകയില്ല. ഫ്രാൻസിലെ സ്വത്ത് മുഴുവൻ തന്നാലും ഞാനൊരു നിരീശ്വരനെ മരണക്കിടക്കയിൽ ഞാൻ ശുശ്രൂഷിക്കുകയില്ല. കാരണം എനിക്ക് വയ്യ നിരാശ കാണാൻ, എനിക്ക് വയ്യ ദുഃഖം കാണാൻ, എനിക്ക് വയ്യ ആ സങ്കടം കാണാൻ. ഇല്ല, ഞാനില്ല, സ്വത്ത് മുഴുവൻ തന്നാലും ശരി, എനിക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, വോൾട്ടയർ ഒരു 6 ആഴ്ചക്കാലം ആയുസ് നീണ്ടു കിട്ടാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇവിടെ ഹിസ്കിയ രാജാവ് 6 ആഴ്ചയൊന്നുമല്ല, ഹിസ്കിയ രാജാവ് എത്ര കാലമെന്ന് പറഞ്ഞില്ല. ഹിസ്കിയാവ് ഒരു കാര്യം പറഞ്ഞു, ഒറ്റയ്ക്കൊരു കാര്യം പറഞ്ഞു, കർത്താവേ, എൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാകണമല്ലോ, എന്ന് മരിച്ചാലും ദൈവരാജ്യത്തിൽ പോകാൻ എനിക്ക് ഒരുങ്ങണമല്ലോ. എന്ന് മരിച്ചാലും ഈ ഭൂമിയിൽ നിന്ന് ഞാൻ എന്ന് മാറ്റപ്പെട്ടാലും ഈ ക്ഷണികമായ ജീവിതം എപ്പോൾ കഴിഞ്ഞാലും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ എനിക്ക് വന്നു ചേരണം. ക്രിസ്തുവും വിശുദ്ധന്മാരും പാർക്കുന്ന സ്വർഗീയ വാസസ്ഥാനത്ത് നിത്യജീവിതം എനിക്ക് പുലരണം. നാഥ, എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണം. അങ്ങോട്ട് കടക്കുന്നതിന് തടസ്സമായ എന്നിലുള്ളതായ പാവങ്ങൾ എല്ലാം മാഞ്ഞു കിട്ടണം എന്ന് ഹിസ്കിയാവ് ആഗ്രഹിച്ചു. ഹിസ്കിയാവ് പാവങ്ങളെ ഓർത്ത് കരഞ്ഞു. നിൻ്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടുമെന്ന് ഹിസ്കിയ രാജാവിനോട് ദൈവം പറഞ്ഞു. ഹിസ്കിയാവിന് അനുഗ്രഹീതമായ സന്ദേശം ലഭിച്ചു. പാവം ക്ഷമിക്കപ്പെട്ടു. സഹോദരങ്ങളെ, ഒരു വലിയ ചിന്തകനുണ്ടായിരുന്നു, ഒരു വലിയ ചിന്തകൻ, വലിയ തത്വജ്ഞാനിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹെർബർട്ട് സ്പെൻസർ എന്നാണ്. ഹെർബർട്ട് സ്പെൻസർ. അദ്ദേഹം മരിക്കാറായി കിടക്കുകയായിരുന്നു. സ്നേഹിതന്മാരുടെ വലിയൊരു സംഘം ചുറ്റി നിൽക്കുന്നുണ്ട്. അവരെ ചോദിച്ചു, ഗുരു, അങ്ങ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം അങ്ങയുടെ ശവശരീരം സംസ്കരിച്ചെടുത്ത് അങ്ങയുടെ സ്മാരകശിലയിൽ എന്താണ് ഞങ്ങൾ എഴുതേണ്ടത്? അങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു സ്മാരകമായിട്ട് ആ കല്ല് സ്ഥാപിക്കുമ്പോൾ ആ കല്ലിൽ അതിലെന്താണ് ഞങ്ങൾ എഴുതി വയ്ക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു. കുറേ നേരം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, കണ്ണ് ഈറിനണിഞ്ഞുകൊണ്ട് പറഞ്ഞു, 2 വാക്ക് എഴുതിയാൽ മതി. 2 വാക്ക് എഴുതിയാൽ മതി. മോസ്റ്റ് അൺഹാപ്പി. ഒട്ടേറെ പ്രശസ്തി നേടിയ വിസ്തൃതനായ ദാർശനികൻ മരിക്കാൻ നേരത്ത് പറയുന്നത് ആകെയുള്ള ജീവിതത്തിൻ്റെ സ്വത്തായി അദ്ദേഹത്തിന് പറയാനുള്ളത് മോസ്റ്റ് അൺഹാപ്പി എന്നാണ്. ഏറ്റവും വലിയ അസന്തുഷ്ടനെന്ന്. ഏറ്റവും അസന്തുഷ്ടൻ, സന്തോഷം തെല്ലുമില്ലാത്തവനെന്ന്. പ്രിയപ്പെട്ടവരെ, നേടേണ്ടത് നേടിയോ? നേടേണ്ടത് സമാധാനമല്ലേ?
നേടേണ്ടത് നിത്യശാന്തിയല്ലേ? നേടേണ്ടത് നിത്യജീവനല്ലേ? ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികം. ഇവിടെ രോഗമുണ്ട്, ഇവിടെ പൈസയ്ക്ക് ഞെരുക്കമുണ്ട്, ഇവിടെ കടത്തിൻ്റെ ബാധ്യതയുണ്ട്, ഇവിടെ പരസ്പര വൈരുദ്ധ്യമുണ്ട്, ഇവിടെ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, ചിലരെല്ലാം കളിയാക്കുന്നുണ്ട്, അനേകർ പരിഹസിക്കുന്നുണ്ട്, പലരും വെറുക്കുന്നുണ്ട്. കുടുംബത്തിൽ തന്നെ പലരും അംഗീകരിക്കുന്നില്ലായിരിക്കാം. സ്വന്തം ഭർത്താവ് പക്ഷേ മാനിക്കുന്നില്ലായിരിക്കാം, ഭാര്യ പക്ഷേ ഗൗനിക്കുന്നില്ലായിരിക്കാം, മക്കൾ തീരെ അനുസരിക്കുന്നില്ലായിരിക്കാം, മാതാപിതാക്കൾ വാത്സല്യിക്കുന്നില്ലായിരിക്കാം, ജോലി സ്ഥലത്ത് തൊഴുത്തിൽ കുത്തേൽക്കുന്നുണ്ടായിരിക്കും, കിടമത്സരത്തിൻ്റെ അടിമകളായി നിങ്ങൾ വീണു പോകുന്നുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, എന്നാൽ ഇവിടെയുള്ളതായി ജീവിതത്തിന് ശേഷം ഒരു നിത്യതയുണ്ട്. അവിടെ തെറ്റിദ്ധാരണയില്ല, അവിടെയെല്ലാം ശരിയായി ധരിക്കും, അവിടെ എല്ലാം പരസ്യമാണ്, അവിടെ ഒന്നും നിഗൂഢതകളില്ല, അവിടെ രഹസ്യങ്ങളില്ല, അവിടെ രോഗങ്ങളില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ ഒറ്റപ്പെടുത്തലുകളില്ല, അവിടെ കുറ്റപ്പെടുത്തലുകളില്ല, അവിടെ തുച്ഛീകരണങ്ങളില്ല, അവിടെ അവഗണനകളില്ല. അവിടെ ജീവനുള്ള ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിൽ മേപ്പെട്ടവരങ്ങൾ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായ നാമും സ്തുതിക്കുകയാണ്. അവിടെ നാം ചേർന്ന് സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ മഹാസൗഭാഗ്യം, നിത്യോന്നതങ്ങളിലെ സൗഭാഗ്യ ശ്രേയസ് നിങ്ങൾക്ക് കരഗതമാക്കണമോ? ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളൂ. ഗ്രഹകാര്യം ക്രമത്തിലാക്കി കർത്താവായ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നാഥനും കർത്താവുമായി നിങ്ങൾ എതിരേറ്റുകൊള്ളൂ. യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നിങ്ങളുടെ മേൽ ശാശ്വത ശാന്തി പകരാൻ ഇടയാകട്ടെ. ഞാൻ വായിച്ചു, ഏറ്റവും പ്രശസ്തനായ വളരെ സുപ്രസിദ്ധനായ ഒരു സുവിശേഷകനായിരുന്നു ഡേവിഡ് ലിവിങ്സ്റ്റൺ, ഇംഗ്ലണ്ടിൻ്റെ വീരപുത്രൻ. അദ്ദേഹം ആഫ്രിക്കയിലെ കിരാതന്മാരുടെ ഇടയ്ക്ക്, കാട്ടാളന്മാരുടെ ഇടയ്ക്ക് സുവിശേഷ വേല ചെയ്യുന്നതിന് വേണ്ടി പോയി. സുവിശേഷ വേല ചെയ്യാൻ അദ്ദേഹം ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, സ്റ്റാൻലി. അവർ രണ്ടുപേരും കൂടെ ആഫ്രിക്കയിൽ ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ കുടിൽ സ്ഥാപിച്ചു. ആ കൊച്ചു കുടിലുണ്ടാക്കിയതിൽ താമസിച്ചുകൊണ്ട് അവർ ഗ്രാമപ്രദേശങ്ങൾ സന്ദർശിക്കും. ഗ്രാമങ്ങൾ സന്ദർശിച്ചതിന് ശേഷം അവർ തിരികെ വരുന്നത് വനത്തിലൂടെയാണ്. വനത്തിൽ കടുവയും പുള്ളിപ്പുലിയും സിംഹവും കരടിയും എല്ലാം ഉണ്ട്. അപകടം പതിയിരിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ കയ്യിൽ തോക്കുണ്ട്. അങ്ങനെ ഒരു ദിവസം അവർ പോരുമ്പോൾ ഒരു സിംഹം അദ്ദേഹത്തെ ചാടി ആക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടത്തെ തോള് സിംഹത്തിൻ്റെ കടിയേറ്റ് കടിച്ചു തൂങ്ങി. അത് പറിഞ്ഞു തൂങ്ങിപ്പോയി. ആ തോള് തൂങ്ങിപ്പോയി. ചോര ധാരധാരിയായി ഒഴുകി. സ്റ്റാൻലി ഉടനെ തോക്കെടുത്ത് സിംഹത്തെ വെടിവെച്ചിട്ടു. പക്ഷേ ലിവിങ്സ്റ്റൺ ബോധരഹിതനായി കിടക്കുകയാണ്. സ്റ്റാൻലി വേഗം തുണി കീറെടുത്ത് ആ മുറിവ് വെച്ച് കെട്ടി ഒരു വിധത്തിൽ താങ്ങി എടുത്ത് തോളിലേറ്റി ലിവിങ്സ്റ്റനെയും കൊണ്ട് വെച്ച് നടന്ന് താമസിക്കുന്ന കുടിൽ വരെയും എത്തി. കുടിലിൽ വെറും തറയിൽ ലിവിങ്സ്റ്റനെ കിടത്തി. സ്റ്റാൻലി അങ്ങ് നോക്കി നിൽക്കുകയാണ്. ഇംഗ്ലണ്ടിൻ്റെ വീരപുത്രൻ അവിടെ മരണാസന്നനായി കിടക്കുന്നു. ചോര ഒട്ടേറെ വാർന്നുപോയി. വെച്ച് കെട്ടിയതിന് ശേഷം ചോര പോയില്ല, പക്ഷേ മരണാസന്നനായി അബോധാവസ്ഥയിൽ കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്റ്റാൻലി അങ്കലാപ്പിലും അന്ധാളിപ്പിലും നോക്കി നിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ലിവിങ്സ്റ്റൺ പയ്യെ കണ്ണു തുറന്നു. പയ്യെ ഒന്ന് പുഞ്ചിരിച്ചു. ലിവിങ്സ്റ്റൺ പറഞ്ഞു, ഭയപ്പെടേണ്ട. ലിവിങ്സ്റ്റൺ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈക്കലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അതൊരു വേദവാക്യമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഒരു വാക്യമാണത്. ഉയർത്തെഴുന്നേറ്റ തേജോമയനായ ക്രിസ്തു പറയുന്ന വാക്യം, തേജോമയനായി വെളിപ്പെട്ട ക്രിസ്തു പറയുന്ന വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു.
മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ ശ്രദ്ധിച്ചു കേൾക്കൂ. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശം എന്തുന്നവൻ നിങ്ങളുടെ സ്വന്തമായി നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങളുടെ നാഥനായി നിങ്ങൾക്ക് ലഭിച്ചുവോ? ആ ക്രിസ്തുവിനായി നിങ്ങളുടെ ആയുസ് നിങ്ങൾ വിട്ടുകൊടുത്തുവോ? ആ ക്രിസ്തുവിന് വേണ്ടി നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിച്ചുവോ? പ്രിയപ്പെട്ടവരെ, എല്ലാം കൊടുത്ത് വാങ്ങാവുന്ന നിധിയാണ് ഈ ക്രിസ്തു. സകലവും വിറ്റ് വാങ്ങേണ്ട നിധിയാണ് ഈ ക്രിസ്തു. ഈ ക്രിസ്തുവിനെ നിങ്ങൾ ഇന്ന് കൈവശമാക്കിയാൽ നിങ്ങളുടെ ജീവിതം പോലെ ഭാഗ്യവത്തായ ജീവിതം വേറൊന്നില്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ഏറ്റവും വലിയ സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. എത്രയെത്ര മഹാരഥന്മാർ ക്രിസ്തുവിന് വേണ്ടി ജീവിതം പരമേൽപ്പിച്ചു കൊടുത്തു. എത്രയെത്ര പണ്ഡിതന്മാർ ക്രിസ്തുവിന് വേണ്ടി ജീവിതം പരമേൽപ്പിച്ചു കൊടുത്തു. പാവപ്പെട്ട മുക്കുവ തൊഴിലാളികൾ മാത്രമല്ല, 1-ാം നൂറ്റാണ്ടിലെ ഗലീല കടലിൽ മീൻ പിടിച്ചിരുന്ന പാവപ്പെട്ട ആ മുക്കുവന്മാർ മാത്രമല്ല, പിൽക്കാലത്ത് എത്രയെത്ര ഉന്നതന്മാർ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, ഈ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇന്നും പ്രവർത്തിക്കുന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഒരിക്കൽ പറഞ്ഞു, അല്ലയോ ഗലീലക്കാര, നീയാണല്ലോ ജയിച്ചതെന്ന്. നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹം സെൻറ്റ് ഹെലീന ദ്വീപിൽ നാടുകടത്തപ്പെട്ട് ഏകനായി വസിക്കുകയായിരുന്നു. അദ്ദേഹം സെൻറ്റ് ഹെലീന ദ്വീപിൽ നാടുകടത്തപ്പെടാൻ കാരണം അദ്ദേഹത്തെ ബ്രിട്ടീഷ് സൈന്യം തോൽപ്പിച്ചതാണ്. ലോർഡ് വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റെ കീഴിലുള്ളതായ സൈന്യം വന്ന് അദ്ദേഹത്തെ തോൽപ്പിച്ചു വാട്ടർലൂ യുദ്ധത്തിൽ. 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ അവർ തോൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ട്രഫാൽഗർ യുദ്ധത്തിൽ നെപ്പോളിയനെ തോൽപ്പിച്ച് നെപ്പോളിയനെ എൽബാ ദ്വീപിലേക്ക് നാട് കടത്തിയതായിരുന്നു. നെപ്പോളിയൻ എൽബാ ദ്വീപിൽ നിന്ന് നീന്തി ഫ്രാൻസ് തീരത്ത് വന്ന് വീണ്ടും സാമ്രാജ്യത്തിൻ്റെ അധിപതിയായി മാറിയതാണ്. നിങ്ങൾ പക്ഷേ കേട്ട് കാണും, ഞാൻ പണ്ട് പഠിച്ചതാണ്. ഏബിൾ വാസ് ഐ എയർ ഐ സോ എൽബ എന്ന് നെപ്പോളിയൻ പണ്ട് പറഞ്ഞതാണ്. ഏബിൾ വാസ് ഐ എയർ ഐ സോ എൽബ, എൽബാ ദ്വീപ് കാണുന്നതുവരെ ഞാൻ ശക്തനായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇംപോസിബിലിറ്റി ഈസ് ദ വേർഡ് ദറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ദ ഡിക്ഷണറി ഓഫ് ഫൂൾസ്. വിഡ്ഢികളുടെ നിഘണ്ടുവിൽ മാത്രം കാണുന്ന വാക്കാണ് അസാധ്യമെന്ന് പറഞ്ഞതാണ്. ആ അസാധ്യത്തെ പുച്ഛിച്ചു തള്ളിയ നെപ്പോളിയൻ സെൻറ്റ് ഹെലീന ദ്വീപിൽ നാട് കടത്തപ്പെട്ട ഏകാഗിയായി കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഓ ഗലീലിയൻ ദൗ ഹാസ്റ്റ് വൺ, അല്ലയോ ഗലീലക്കാര, നീയല്ലോ ജയിച്ചത്. സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ച ചക്രവർത്തിമാരുണ്ട്. ഞാനും സാമ്രാജ്യം സ്ഥാപിച്ചു. സീസർ റോമ സാമ്രാജ്യം സ്ഥാപിച്ചു. അനേകം സാമ്രാജ്യ അധിപതികൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. ഞാനും സ്ഥാപിച്ചു ഫ്രഞ്ച് സാമ്രാജ്യം. എന്നാൽ ഞങ്ങളെല്ലാം തോറ്റു, ഞങ്ങളമ്പേ പരാജയപ്പെട്ടു പോയി. പക്ഷേ ജയാളിയായ ഒരാൾ മാത്രം, അല്ലയോ ഗലീലക്കാര, നീയാണല്ലോ ജയാളി. എൻ്റെ സ്നേഹിതരെ, ജയവീരനായ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ജയവീരനായ ക്രിസ്തു ഇന്നും പ്രവർത്തിക്കുന്നു. ജയാളിയായ ക്രിസ്തു ഇന്ന് നിങ്ങളെ തേടി വന്നിരിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾ അരികിലേക്ക് യേശു വന്ന് നിൽക്കുകയാണ്. അവൻ നിങ്ങളുടെ നേരെ കെഞ്ചുകയാണ്, മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മകനെ, പാപം വരട്ടിക്കളഞ്ഞ് നിൻ്റെ ജീവിതം കണ്ട് ഞാൻ നിന്നോട് കനിവോടെ ഞാൻ നിന്നെ വിളിക്കുന്നു. ഞാൻ നിന്നോട് ആർദ്രതയോടെ ഞാൻ നിന്നെ വിളിക്കുന്നു. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. എൻ്റെ മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. പാപം നശിപ്പിച്ച് കളഞ്ഞ നിൻ്റെ ജീവിതം, പിശാച് നിശേഷം നഷ്ടപ്പെടുത്തി കളഞ്ഞ നിൻ്റെ ജീവിതം, സാത്താൻ പാപത്തിനെ കെട്ടിയിട്ട നിൻ്റെ ജീവിതം, പാപത്തിൻ്റെ ചങ്ങലക്കുരുക്കിൽ പെട്ടുപോയ നിൻ്റെ ജീവിതം, മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ ജീവിതം പുതുക്കി മെനയാൻ ഞാനിതാ നിൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നു. ഈ യേശുവിനെ നിങ്ങളൊന്ന് കൈക്കൊള്ളുമോ? യേശുവിനെ നിങ്ങളൊന്ന് എതിരേൽക്കുമോ? യേശുവിനോട് നിങ്ങളൊരു വാക്ക് പറയുമോ? എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച എൻ്റെ നാഥ, എൻ്റെ രക്ഷക, നീ ക്രൂസിൽ ചൊരിഞ്ഞൊരു തിരുരക്തം എൻ്റെ പാപത്തിൻ്റെ പരിഹാരമാണെന്ന് കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏൽക്കേണ്ട ശിക്ഷ നീ കുരിശിൽ എനിക്ക് വേണ്ടി ഏറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏൽക്കേണ്ട ശിക്ഷ മുഴുവനും, ഞാൻ ഏൽക്കേണ്ട നരക ദുരിതം മുഴുവനും നാഥ നീ എനിക്ക് വേണ്ടി ഏറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി നീ ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ നാഥ ഞാൻ നിനക്കായി ജീവിക്കുമെന്ന് ഞാനിപ്പോൾ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ഞാൻ വ്യക്തമായൊരു തീരുമാനം ഇപ്പോൾ എടുക്കുന്നു. കർത്താവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ദൈവജനമേ, നിങ്ങളുടെ ഗ്രഹകാര്യം നിങ്ങൾ ക്രമത്തിലാക്കാം. ഇന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിലെത്തുമെന്നുള്ള പ്രാഗൽഭ്യം നിങ്ങൾക്ക് നേടാം.
ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ദൈവ പൈതലേ, നിനക്ക് ദൈവരാജ്യം സ്വന്തം എന്നുള്ള ആ ഭാഗ്യം നിനക്ക് ഇപ്പോൾ തന്നെ നേടാം. ഈ ഭൂമിയിൽ തന്നെ രക്ഷാനിർണയത്തിൻ്റെ പ്രമോദം നിനക്ക് പ്രാപിക്കാം. ഇപ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിന് നാഥനും കർത്താവുമേ നിനക്ക് സ്വീകരിക്കാം. വേണ്ട, താമസിക്കണ്ട, അല്പം പോലും വൈകണ്ട. താമസിച്ചാൽ പക്ഷേ നിനക്ക് അവസരം കിട്ടിയില്ലെങ്കിലോ, നാളേക്ക് മാറ്റിവെച്ചാൽ നാളത്തെ ദിവസം നിനക്കായി കാത്തു നിന്നില്ലെങ്കിലോ, അതിനു മുൻപ് മരണം നിന്നെ സന്ധിച്ചാലോ, അതിനു മുമ്പ് യേശുക്രിസ്തു രണ്ടാമത്തെ വരവ് സംഭവിച്ചാലോ, അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിന്റെ ഹൃദയം നീ തുറക്കൂ. നിന്റെ പാവവഴികളോട് നീ യാത്ര പറയൂ. ക്രിസ്തുവിനെ നാഥനും കർത്താവുമായി നീ സ്വീകരിക്കൂ. പുതിയ ജീവിതം നീ തുടങ്ങൂ. ശാന്തതയുള്ള ജീവിതം, സമാധാനമുള്ള ജീവിതം, കറതീർന്ന ജീവിതം, ശുദ്ധമായ ജീവിതം, പാപത്തെയും പാപത്തിന്റെ സകലവിധമായ ബന്ധനങ്ങളെയും മാറ്റിക്കളയുന്ന പുതിയ ജീവിതം ഇപ്പോൾ നിങ്ങൾ നേടൂ. യേശു നിങ്ങളെ വിളിക്കുന്നു, യേശു നിങ്ങളെ ക്ഷണിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഏത് കഠോര പാപിയെയും യേശു സ്നേഹിക്കുന്നു, ഏത് ക്രൂര മനസ്സിനെയും യേശു സ്നേഹിക്കുന്നു, ഏത് നിഷ്ഠൂര ഹൃദയത്തെയും യേശു സ്നേഹിക്കുന്നു. ദൈവ പൈതലേ, യേശുവിന്റെ അരികിലേക്ക് ഓടി വരുവീൻ, ക്രൂസിൻ ചുവട്ടിലേക്ക് ഓടി വരുവീൻ, ക്രൂസിലെ സ്നേഹത്തെ അറിയുവീൻ, ക്രൂസിലെ തിരുരക്തത്തിൽ ആശ്രയിപ്പീൻ. ആ തിരുവിലാവിൽ നൊഴിയ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട്, പൈശാചിക സേനയെ ഉപേക്ഷിച്ചുകൊണ്ട്, സാത്താനിയെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് വീണ്ടും ഏറ്റു പറഞ്ഞുകൊണ്ട് യേശുവിലേക്ക് വരുവീൻ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമാധാനം നിങ്ങളുടെ മേൽ പകരട്ടെ, ശാന്തി നിങ്ങൾക്ക് ഏകട്ടെ, കുടുംബശാന്തി നിങ്ങൾക്ക് നൽകട്ടെ, എല്ലാ നന്മകളാൽ നിങ്ങൾ നിറയ്ക്കട്ടെ, ശാപദോഷങ്ങൾ മാറട്ടെ, പാവക്കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചിക സേനകൾ വിഭ്രമിച്ചകലട്ടെ, ജീവനുള്ള ക്രിസ്തു മഹത്വം എടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി വീണ്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ കൃപയുടെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പുതിയ സൃഷ്ടിയാകാൻ ഞങ്ങളെ വീണ്ടും ആഹ്വാനം ചെയ്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ശാപങ്ങൾ മാറ്റി കൊടുക്കണമേ കർത്താവേ. ദോഷങ്ങൾ നീക്കി കൊടുക്കണമേ കർത്താവേ. പാപത്തിന്റെ കെട്ടുകൾ അഴിക്കണമേ കർത്താവേ. ശത്രുവിന്റെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറണമേ കർത്താവേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.